ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നൊരു വലിയ സ്ഫോടനം സംഭവിച്ചിരിക്കുകയാണ്. വനിതാ സംവരണത്തിന്റെ പേരിൽ എല്ലാ കാലവും ഭരണം നിലനിർത്താൻ BJP മെനഞ്ഞെടുത്ത ആ രഹസ്യതന്ത്രം ലോക്സഭയിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. 131 ഭരണഘടനാ ഭേദഗതി ബിൽ പരാജയപ്പെട്ടിരിക്കുന്നു. വെറും വനിതാ സംവരണം മാത്രമായിരുന്നോ ഇതിന് പിന്നിൽ? അതോ ദക്ഷിണേന്ത്യയെയും പിന്നാക്ക വിഭാഗങ്ങളെയും ഒതുക്കാനുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയായിരുന്നോ? നമുക്ക് നോക്കാം. ഈ ബില്ലിന്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം വരാനിരിക്കുന്ന 2029 തിരഞ്ഞെടുപ്പായിരുന്നു. വനിതാ സംവരണത്തോടൊപ്പം ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 ഉയർത്തുക, മണ്ഡല പുനർനിർണയം നടത്തുക എന്നീ കാര്യങ്ങളാണ് BJP പ്ലാൻ ചെയ്തത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ കുത്തനെ കൂടുമ്പോൾ ജനസംഖ്യാ നിയന്ത്രണം പാലിച്ച കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാധാന്യം കുറയുന്ന ഒരു അവസ്ഥയാണ് ഇതിലൂടെ BJP ലക്ഷ്യം വെച്ചത്. ഇതിനെയാണ് പ്രതിപക്ഷം ഇന്ന് ഒറ്റക്കെട്ടായി തകർത്തത്. Prime Minister and myself don't have that wife issue. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സഭയിൽ ചോദിച്ച ആ ചോദ്യം നിർണായകമായിരുന്നു. This is not a women's bill. This is nothing to do with the empowerment of women. ഇത് വനിതാ സംവരണമല്ല. It was passed in 2023 in this house itself. മറിച്ച് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് മാപ്പ് മാറ്റിവരയ്ക്കാനുള്ള കേന്ദ്രത്തിന്റെ പരിഭ്രാന്തിയാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ദലിത് പിന്നാക്ക വിഭാഗങ്ങൾക്ക് സംവരണം ഉറപ്പാക്കാതെയും ജാതി സെൻസസ് നടത്താതെയും സംവരണ ബില്ല് കൊണ്ടുവരുന്നത് കണ്ണിൽ പൊടിയിടാനാണെന്ന് രാജ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. 489 അംഗങ്ങൾ പങ്കെടുത്ത വോട്ടെടുപ്പിൽ 2/3 ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ ബിൽ പരാജയപ്പെട്ടു. അതായത് BJP വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും ഇനി എളുപ്പമാകില്ല. ഈ തോൽവി മോദി സർക്കാരിന്റെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന്റെ തുടക്കമാണോ? വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇതിന്റെ പ്രതിഫലനം എന്തായിരിക്കും? ജനാധിപത്യം വിജയിച്ചു എന്നാണ് പ്രതിപക്ഷം ഈ വിജയത്തെ വിശേഷിപ്പിക്കുന്നത്. BJPയുടെ തന്ത്രങ്ങൾ ഇനി ജനങ്ങൾക്കിടയിൽ ചെലവാകില്ല എന്നതിന്റെ സൂചനയാണോ ഇത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ബില്ല് പരാജയപ്പെട്ടത് നല്ലതാണോ അതോ രാജ്യത്തിന് ലഭിച്ച ഒരു വലിയ അവസരമാണോ നഷ്ടപ്പെട്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. രാഷ്ട്രീയ വിശകലനങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.